രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ പാലിയേറ്റീവ് കെയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർത്തല ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിശീലന ക്യാമ്പ് മുൻ MP ഡോക്ടർ KS മനോജ് ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പർശം എന്ന പേരിലാണ് പാലിയേറ്റീവ് കെയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേർത്തല ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പ് ഫൗണ്ടേഷൻ മുഖ്യ രക്ഷാധികാരിയും മുൻ MPയുമായ ഡോക്ടർ KS മനോജ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു മുറിയിലായിരുന്നു ഈ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യം ആരംഭിക്കുന്നത്. അവർ ആ ഒരു മുറിയിൽ ആരംഭിച്ച ഈ പ്രവർത്തനം അതിനുശേഷം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇതൊരു സാമൂഹ്യ പാലിയേറ്റീവ് പരിചരണം എന്ന വിധത്തിലേക്ക് മാറുകയും അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോലും വിവിധ പഞ്ചായത്തുകളിലൊക്കെ പ്ലാൻ ഫണ്ടിൽ പോലും ഈ പദ്ധതി ഉൾക്കൊള്ളിക്കുന്ന വിധത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഒരാരംഭം പണ്ടുകാലത്ത് തന്നെ അതിൻ്റെ ഒരു സങ്കീർണമായിട്ട് രൂപത്തിലല്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു രോഗം വന്ന് ഒരാളെ പരിചരിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ ഒരു അസുഖമുള്ള ഒരാളായ വന്നാൽ അല്ലെങ്കിൽ അതിലൊരു വൈകല്യമുള്ള ഒരു അംഗമുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക പരിചരണം, ഒരു പരിരക്ഷ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. എന്നാൽ അത് പിന്നീട് ഒരു സംഘടിത സ്വഭാവമായി വരുന്നത് 1967 ലണ്ടനിൽ UK ഒരു ഹോസ്പൈസ് എന്ന് പറയുന്ന സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അത് ക്യാൻസർ രോഗമൊക്കെ വരുന്നവർക്ക് അവരുടെ ജീവിതാന്ത്യത്തിൽ എൻഡ് ഓഫ് ലൈഫ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡെയിം സിസിലി സോണ്ടേഴ്സ് എന്ന് പറയുന്ന അവർ ഒരു നേഴ്സായിരുന്നു, പിന്നെ അവർ ഡോക്ടറായ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അവരാണ് ഈ ഹോസ്പൈസ് സംവിധാനത്തിലാണ് പാലിയേറ്റീവ് പരിചരണം വളരെ വ്യാപകമായി നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TH സലാം അധ്യക്ഷനായി. CR സാനു സ്വാഗതം പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ, അഡ്വക്കേറ്റ് S ശരത്, BN അജയൻ, TK അനിലാൽ, TS രഘുവരൻ, KP ആഘോഷ് കുമാർ, KC ആന്റണി, B ഫൈസൽ, G വിശ്വംഭരംപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ബിൻ മീഡിയ, ചേർത്തല.